നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് പലയിടത്തും സംഘർഷഭരിതമായി. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. എനിക്കൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ഒരു സമര പരിപാടിയാണ്. പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ അവർ കഴിയുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചായി വരികയാണ്. ഒരു സംഘർഷത്തിന് സാധ്യത ഇവിടെയുമുണ്ടോ എന്നറിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാക്കൾ VD സതീശനാണ് ആ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. അല്ലമീൻ ചേരുന്നുണ്ട്. അമീൻ, ഏത് രീതിയിൽ പ്രതിഷേധം പുരോഗമിക്കുന്നു? പലയിടത്തുമുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയിൽ ഇവിടെയും ഒരു സംഘർഷം ഉണ്ടാകുമെന്ന് കരുതണോ അമീൻ? സെക്രട്ടേറിയറ്റ് മാർച്ച്, യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ നേതൃനിരയ്ക്ക് പിന്നാലെ അണിനിരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുൻനിരയിൽ തന്നെയുണ്ട്. നവകേരള സദസ്സിൽ പലയിടത്തും മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ നവകേരള സദസ്സ് ബസ്സിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ക്രൂരമായി മർദ്ദിച്ചൊതുക്കി എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധമുണ്ട് കോൺഗ്രസിന്റെയും. പലയിടങ്ങളിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പലയിടത്തും സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാൻ നീക്കം, ജലപീരങ്കി പ്രയോഗം, പ്രവർത്തകരും പോലീസുമായി നേർക്കുനേർ നിൽക്കൽ ഒക്കെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു. ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. പ്രതിഷേധത്തിലാണ്. നവകേരള സദസ്സ് ഇന്നും നാളെയുമൊക്കെ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുകയാണ്. അവിടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കോൺഗ്രസിന് ആലോചനയുണ്ട്, തീരുമാനമുണ്ട്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, VD സതീശൻ, അബിൻ വർക്കി തുടങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഒക്കെ ഈ സമരത്തിന്റെ നേതൃനിരയിൽ കാണാം. അലമീൻ ചെയ്യുന്നുണ്ട്. അമീൻ, എങ്ങനെയാണ് ആ സമരം പുരോഗമിക്കുന്നത്? നമ്മൾ പലയിടത്തും കണ്ട സംഘർഷത്തിന്റെ ജലപീരങ്കിയുടെ ഒക്കെ തുടർച്ചയിൽ ഇവിടെയും പ്രതീക്ഷിക്കേണ്ടേ ഒരു സംഘർഷം? ഒരു സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത ഒരു തരത്തിലും തള്ളിക്കളയാനാകില്ല ഹാഷ്മി. കാരണം പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ വരുന്ന വഴികളിൽ കണ്ണിൽ കണ്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫ്ലക്സ് ബോർഡുകൾ, നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ, അതെല്ലാം പൂർണ്ണമായും തച്ചു തകർത്തുകൊണ്ടാണ്, വലിച്ചു കീറിയും നശിപ്പിച്ചും കൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ്. അതിന്റെ ആവേശമുണ്ട്. ഒപ്പം ഈ സമരത്തിന്റെ മുൻനിരയിൽ പ്രവർത്തകർക്ക് നേതൃത്വം നൽകി പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ പ്രതിഷേധ മാർച്ചിൽ ഉണ്ട് താനും. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. KPCC അത്തരം സമരപരിപാടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു ആരംഭം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി നടക്കുകയാണ്. നാളെ പോലീസ് ആസ്ഥാനത്തേക്ക് KSUവിന്റെ മാർച്ചുമുണ്ട്. എന്ന് മാത്രമല്ല, നിരവധി തവണ സംസ്ഥാനത്ത് പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിക്കുന്നത്. ഇന്നലെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചടിച്ചിരുന്നു. എന്നിട്ട് സംസ്ഥാന നേതൃത്വം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ നിലപാടക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു പ്രതികരണം. സ്വാഭാവികമായും അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തകരെല്ലാം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഫ്ലക്സ് ബോർഡ് നവകേരളത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചു, വസന്തോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഫ്ലക്സ് ബോർഡ് പ്രവർത്തകർ കുത്തിക്കീറുകയും അടിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട സമര ഗേറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട്. പോലീസിന്റെ വലിയ സുരക്ഷാ വലയം ഒരുക്കിയിട്ടുണ്ട്. വരുൺ ജലപീരങ്കി വാഹനം ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസിന്റെ ഫോഴ്സ് വളരെ കുറവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പ്രതിഷേധ മാർച്ചുമായി വന്നിരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരെ പ്രതിരോധിക്കാനും ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് പോയാൽ അവരെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പോലീസ് ബലം, ആൾബലം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ പോലീസ് പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും പോലീസ് വലിയ രീതിയിൽ ഒരു സംഘർഷാന്തരീക്ഷത്തിന് ില്ല എന്ന് വേണം അനുമാനിക്കാൻ. കാരണം പ്രവർത്തകർ ഒരു അന്തരീക്ഷം പ്രതീക്ഷിച്ചാണ് വരുന്നത് എന്ന്. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ കേരളത്തിലുടനീളമുണ്ട് പ്രതിഷേധം, വലിയ പ്രതിഷേധം കൊച്ചിയിലൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയും ലാത്തിച്ചാർജിലേക്ക് പോയില്ല. അപ്പൊ ലാത്തിച്ചാർജ് വേണ്ട എന്നത് പോലീസിന്റെ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നു അമീൻ.
തീർച്ചയായിട്ടും അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കൂടി പോലീസ് കടന്നാൽ അതും പ്രതിപക്ഷം ആയുധമാക്കും. പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, സർക്കാരിനെതിരെ അതും കൃത്യമായി ആയുധമാക്കും. എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ പ്രതിപക്ഷം ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. സർക്കാരിനെതിരെ തിരിച്ചുവിടാനും പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ മറ്റൊരു ആയുധം അത് പോലീസായി കൊടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രകോപനപരമായ സമീപനം ഉണ്ടാകാതെ പോയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അത്തരമൊരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ മാറുകയും പോലീസിന് കൂടുതൽ തലവേദന ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന പ്രതിഷേധം, അതിന് സുരക്ഷയൊരുക്കണം. ഒപ്പം അതിന് പിന്നാലെ ഗവർണർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തലവേദന വേറെയാണ്. ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ പോലീസ് വേണം. ഇതിനിടയിൽ ഇത്തരം പ്രതിഷേധങ്ങൾ കൂടി നടക്കുമ്പോൾ അവിടെയെല്ലാം പ്രതിഷേധ വലയം തീർക്കാനും സുരക്ഷാ വലയം ഒരുക്കാനുമൊന്നും ഉള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു ആൾബലം പോലീസിന് നിലവിലെ സാഹചര്യത്തിൽ കുറവാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തീർത്ത ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ ബാനർ കെട്ടുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണോ അതോ മുഖ്യ ഗുണ്ടയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ബാനറാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ, സമര ഗേറ്റിന് മുന്നിലുള്ള ബാരിക്കേഡിന് മുകളിൽ ഇപ്പോൾ പ്രവർത്തകർ ഉയർത്തുന്നത്. നിലവിൽ സമാധാനപരമാണ് പ്രതിഷേധം. കാരണം പ്രതിപക്ഷ നേതാവുണ്ട്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് വി ഡി സതീശനാണ്. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മടങ്ങും. അതിനുശേഷം ഒരുപക്ഷേ കളം മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല, രംഗം വഷളാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രവർത്തകർ അത്രമേൽ വലിയ സമരമാണ് എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് എത്തിയാൽ അതിന്റെ മുതിർന്ന നേതാവ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ബാരിക്കേഡിലേക്കും അത്തരമുള്ള നീക്കങ്ങളിലേക്ക് പ്രവർത്തകർ കടക്കുക. വഴിനീളെയുള്ള ഫ്ലക്സുകൾ നശിപ്പിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ ഫ്ലക്സുകൾക്കെതിരെ രോഷം തീർത്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് അങ്ങോട്ടേക്ക് വന്നത്. പ്രവർത്തകരോട് സംയമനം പാലിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയത്തിനകം ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതിഷേധമാണ്, ഒരു പ്രതിഷേധ മാർച്ചാണ്. അത്രത്തോളം പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിന് ഈ മാർച്ചിൽ കഴിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ മാത്രം തിരുവനന്തപുരം സെക്രട്ടറി മാർച്ചുമല്ല, സംസ്ഥാനം ഒട്ടാകെ ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധ ദിവസമാണ്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾ കണ്ടു. കൊച്ചിയിലും സമാനമായ രീതിയിൽ വലിയ തോതിൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊച്ചിയിലെ പ്രതിഷേധം കണ്ടു. ജലപീരങ്കി പ്രയോഗമൊക്കെ കണ്ടു. അവിടെ ജലപീരങ്കിയിലെ വെള്ളം തീരുന്നതുവരെ അടിച്ചിട്ടും അവിടെ പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത വീര്യമൊക്കെ പ്രേക്ഷകർ അല്പസമയം മുൻപ് കണ്ടതാണ്. സലീം മാലിക് കൂടി ചേർന്നു. സലീം, ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ സംസ്ഥാന വ്യാപക പ്രതിഷേധം.